ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി വീഡിയോ കാണിക്കാൻ പോകുകയാണ്. കാരണം വെച്ചാൽ ഞങ്ങളുടെ ഷോർട്ട് ഫിലിം അഭിനയിച്ച താനുക്കിൽ വേലായുധ് എന്ന് പറഞ്ഞ ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തോട്ടാണ് ഞാൻ പോകുന്നത്. അദ്ദേഹമായിട്ട് നമ്മളെ പാള കൊണ്ട് ഒരുപാട് സാധനം ഉണ്ടാക്കാൻ അറിയാം. അങ്ങനെ ഒരു സാധനം അദ്ദേഹം നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തരികയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കാണുന്ന സാധനമാണ്. ചിലപ്പോൾ ഇതിൽ പലരാൾക്കാരും പിന്നെ ഇതുവരെ കാണാത്ത സാധനമായിരിക്കും. അപ്പോൾ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ആരും പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിൽക്കുക. കമാൺ. ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്, അതെല്ലാം കയറി പോകണം. ഹായ്, കുറച്ച് വൈകി പോയിട്ടോ. അത് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് വരിക. എത്ര നേരമായല്ലോ കാത്തിരിക്കുന്നത്. എനിക്ക് തോന്നി എല്ലാം സെറ്റ് ചെയ്തിട്ടില്ലേ. നമുക്ക് തുടങ്ങാല്ലേ? ഓക്കെ. ഇപ്പൊ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഹായ്, ഇതാണ് പണ്ട് കാലങ്ങളിൽ വീടുകളിൽ അടുക്കളയിൽ അരി സൂക്ഷിക്കാനും പലവ്യഞ്ജനങ്ങൾ അരി ഇതൊന്നും കിട്ടാനില്ലെങ്കിൽ തന്നെ കിട്ടുന്നത് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അതായത് മോരുവാള എന്നാണെങ്കിൽ തന്നെയും ഇതിൽ മോര് സൂക്ഷിക്കാനൊന്നും പറ്റില്ല. അത്യാവശ്യം വസ്തുക്കളൊക്കെ ശേഖരിച്ച് വെക്കാനുള്ള ഒരു ഉപകരണം വാള കൊണ്ട് നിർമ്മിക്കുക. പൂർവികന്മാർ ചെയ്തു വെച്ചത് കണ്ടിട്ട് ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങളുടെ തലമുറ ഇതൊന്നും കണ്ടിട്ടില്ല. പുതിയ തലമുറകൾ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അവർക്കിത് കാണുമ്പോൾ ഉണ്ടാകുന്ന വിചാരങ്ങളും ഇവരൊക്കെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ നിർമ്മിതി. ഇത് ഉണ്ടാക്കി എന്ത് ഉണ്ടോ നിങ്ങൾ ആദ്യം ഉണ്ടാക്കി വെച്ചേ? ഇതാണല്ലേ ആ ഉപകരണം സംഗതി വാള കൊണ്ട് ഇങ്ങനെ ഒരു പോട്ട്, ഒരു പാത്രം എന്നുള്ള ആണ് സംഭവം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫസ്റ്റ്. ഇതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്, കഴിക്കുന്നത്. ഓക്കെ ഓക്കെ, ഞാൻ വീട്ടിലേക്ക് വാ. എവിടെയും കണ്ടിട്ടില്ലയോ? ഇത് ഞാൻ ആദ്യം കാണാൻ സാധ്യതയില്ലാത്ത ഒരു നിർമ്മിതിയാണത്. തന്നെ ഇത് വളരെ കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. 4-5 വർഷമൊക്കെ അതിന്റെ ഡ്യൂറബിലിറ്റി ഉണ്ടാവും. സൂക്ഷിക്കുന്ന അനുസരിച്ചിട്ട് പഴയ വീടുകളെന്നൊക്കെ പറയുമ്പോൾ ഓല വീടുകളൊക്കെ ആയിരിക്കുമല്ലോ. ഇപ്പോഴത്തെ ടെറസ് വീടുകളിലൊന്നും ഇത് സൂക്ഷിക്കാനുള്ള ഇതില്ലല്ലോ. പഴയ ഓരോ വീടുകളിലൊക്കെ കൈക്കോലിൽ കെട്ടിത്തൂക്കി ഇടുകയാണ് ഇത് പതിവ്. കണ്ടുപിടിച്ച സംഭവം ഇതോ? ഞാനിവിടെ ഉത്സവത്തിൽ വന്നപ്പോൾ കണ്ടതാ. അതെ. അപ്പൊ നിങ്ങൾ തിരക്കാനെ കൊണ്ട് അന്ന് അത് ഉണ്ടാക്കാൻ പറ്റില്ല. അതെ. മടക്കൊക്കെ വേണല്ലേ, കുറെ പണിയുണ്ടല്ലേ. പണി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഷേപ്പില് ഉണങ്ങിയാൽ ഈ ഷേപ്പിൽ തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും വെച്ച് നിറയ്ക്കണം. ഉണ്ടാക്കിയതിന് ശേഷം, ഇല്ലെങ്കിൽ ഉണങ്ങുമ്പോഴേ പാള ചുരുങ്ങി പോകുമല്ലോ. അതിൻ്റെതായ പൂർണ്ണ വലുപ്പത്തിൽ തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇതിനകത്ത് പഴയ തുണികളോ, സാധാരണ പഴയ ആൾക്കാർക്ക് പഴയ തുണി ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് മണലൊക്കെ നിറച്ച് വയ്ക്കും. വെളുത്ത് വെച്ച് 2 ദിവസം കഴിയുമ്പോൾ ഉണങ്ങി ഈ മണല് കളഞ്ഞാൽ പൂർണ്ണ സ്ഥിതിയിലാവും. ഇല്ലെങ്കിൽ ഉണങ്ങുമ്പോൾ പാള ചുരുങ്ങുമെന്നുള്ളത് അറിയാമല്ലോ. അതോ? ഇത് നമ്മുടെ പച്ച ഓലയിൽ നിന്ന് ചിന്തി എടുക്കുന്ന മാന്തം എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പറയും. ഇത് നാരായിട്ട് ഉപയോഗിക്കാവുന്ന വസ്തുവാണ്. ഇതിന്റെ അരികെ നമ്മള് തുന്നിയെടുക്കണം. തുന്നണല്ലേ?
ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കണം. ഇത് പെർഫെക്ഷൻ പകുതി ഭാഗമായില്ലേ? ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൂ, മറ്റേ ഭാഗവും കൂടെ അതേപോലെ തുന്നിച്ചേർക്കണല്ലേ, വരഞ്ഞെടുക്കണം. തൊണ്ട് ഇത് വെച്ചിട്ട് ആണ് ഇതിന്റെ മൗത്ത് ക്രമീകരിച്ച് എടുക്കാൻ പറ്റുന്നത്. ഇതിന്റെ ആകൃതിയിലെ ഇതിന്റെ ആകൃതിയിൽ വരും. അതായത് ഇത് നേരത്തെ പറഞ്ഞതുപോലെ അടുക്കളയിൽ ഉപയോഗിക്കാൻ മാത്രമല്ല, പറമ്പുകളിലൊക്കെ കശുവണ്ടി പെറുക്കാനും അടയ്ക്കാത്തോട്ടത്തിൽ അടയ്ക്ക പെറുക്കിയിടാനും, പിന്നെ പഴയ കാലങ്ങളിലൊക്കെ ഇതിങ്ങനെ അരയിൽ കെട്ടി പുഴയിൽ ചെറിയ ചെറിയ തടാകങ്ങളിലൊക്കെ മുങ്ങിത്തപ്പി മീൻ പിടിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന ഒരു സാധനം ഇങ്ങനെ ഉണ്ടാവൂലേ, കെട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇതിങ്ങനെ പുറകിൽ കെട്ടും, എന്നിട്ട് മീനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനകത്ത് വളരെ നന്നായിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് പച്ച പാളയിലാണ്. ഇത് ഉണങ്ങി ശരിക്ക് ഇതിനകത്ത് തുണിയോ അതൊക്കെ മഴക്കാലം മണലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കാരണം ചുരുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഉണങ്ങുമ്പോൾ പാള ചുരുങ്ങിയിട്ട് പകുതി പോലോ, അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ നിർമ്മിച്ചതാണ് ഈ സാധനം. ഇത് കണ്ടാ ഞാൻ ഇതുണ്ടാക്കാൻ പറഞ്ഞോട്. അതെ കഴിയുമ്പോൾ ഇതേമാതിരി തന്നെ ഉണ്ടാക്കി അതേ വലിപ്പം തന്നെ കിട്ടൂലേ. ഓക്കെ.